നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലോർ 1.25 കപ്പ്, കൊക്കോ പൗഡർ 3/4 കപ്പ്, പൗഡേർഡ് ഷുഗർ 2 കപ്പ്, എഗ്സ് 2 എണ്ണം, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, വാനില എസൻസ് 2 ടീസ്പൂൺ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടീസ്പൂൺ, ബോയിലിംഗ് വാട്ടർ 1 കപ്പ്, മിൽക്ക് 1 കപ്പ്, വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ്. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി വലിയൊരു ബൗളിലേക്ക് അരിച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ആദ്യം അരിച്ചു കൊടുക്കാം. ഫ്ലോറിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ കൂടി സീവ് ചെയ്യാം. ഫ്ലോർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സീവ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഫ്ലോർ തമ്മിൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാനായിട്ടത് സഹായിക്കും. അതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര കൂടി സീവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലോറും ഷുഗറും കൊക്കോ പൗഡറും കൂടി നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 2 തവണ കൂടി ഇതൊന്ന് സീവ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്കൊരു വെൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് 2 മുട്ട ഇട്ട് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഒന്നിച്ച് തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എടുത്തു വച്ചിരിക്കുന്ന ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. പാലും ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബീറ്ററിൽ ചെറുതായിട്ട് സ്ലോ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇനി നമുക്കിത് ബീറ്ററിൽ ബീറ്റ് ചെയ്യാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ 1 കപ്പ് ബോയിലിംഗ് വാട്ടർ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഒരല്പം ബോയിലിംഗ് വാട്ടർ ഒഴിച്ചു കൊടുത്ത് കോഫി നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഈ മിക്സിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിക്കുക. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിക്കുക. ബോയിലിംഗ് വാട്ടർ നേരിട്ട് തന്നെയാണ് മിക്സിലേക്ക് ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് സൈഡിലുള്ളതെല്ലാം നമ്മുടെ സ്പാറ്റില ഉപയോഗിച്ച് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് മിക്സിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനിടാം. അത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏത് ബേക്കിംഗ് ട്രേയിലാണോ ഉണ്ടാക്കുന്നത് ആ ട്രേ എപ്പോഴും ഓയിൽ ഗ്രീസ് ചെയ്ത് പാർച്ച്മെൻറ്റ് പേപ്പറുമായിട്ട് തയ്യാറാക്കി വെക്കണം. ഇത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അല്പം ലൂസായിട്ടുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ചോക്ലേറ്റ് കേക്കിന് എപ്പോഴും നമ്മൾ ബോയിലിംഗ് വാട്ടർ ചേർക്കുന്നത് നല്ലതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു സോഫ്റ്റ് ടെക്സ്ചർ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോഴേ കിട്ടുള്ളൂ. ഇപ്പം പാലല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബട്ടർ മിൽക്ക് വേണമെങ്കിലും ഇതിൽ ചേർത്ത് ഉണ്ടാക്കാം. അതും ടേസ്റ്റിയാണ്. ആ രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. രണ്ടും നല്ലതാണ്. ഓക്കെ, അപ്പം നമ്മുടെ മിക്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഒരേ വലിപ്പമുള്ള 2 പാനാണ്. ഇതിപ്പോൾ 1 കിലോ കേക്കിനുള്ള മിക്സാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രീമൊന്നും ഇല്ലാതെ ജസ്റ്റ് നമുക്ക് 1 കിലോ കേക്കായിട്ട് തന്നെ കിട്ടത്തക്ക രീതിയിലുള്ളതാണ് മിക്സ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം.
കേക്ക് ബാറ്റർ നമ്മൾ ബേക്കിംഗ് ട്രേയിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് എല്ലാം അങ്ങ് പോകും. അപ്പം നമ്മുടെ 2 ട്രേയിലെയും എയർ ബബിൾസ് എല്ലാം നമ്മൾ ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് അഥവാ പോയില്ലെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് അതിലേക്കൊന്ന് ജസ്റ്റ് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ എയർ ബബിൾസ് ഒന്ന് പൊട്ടിപ്പോകും. ഇനി ഇതിനെ നമുക്ക് പ്രീ ഹീറ്റ് ആയിട്ടിരിക്കുന്ന ഓവനിലേക്ക് നമുക്ക് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 to 40 മിനിറ്റ്സ് വെക്കുക. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം അത് പൊങ്ങി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും 30 മിനിറ്റ്സ് കഴിയാതെ ഓവൻ തുറക്കാൻ പാടില്ല. അതുവരെ നമ്മൾ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രം നോക്കുക. 2 ട്രേയും ഓവനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 35 മിനിറ്റ്സിലേക്ക് ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. 2 കേക്കും നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നമ്മൾ വെറുതെ ഇതിനകത്ത് ഷുഗർ സിറപ്പൊന്നും ഒഴിക്കേണ്ട പോലും ആവശ്യമില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അത് ഇഷ്ടമുള്ള ഐസിങ് വേണമെങ്കിൽ കൊടുക്കാം. ബട്ടർ ക്രീം ഐസിങ്ങോ വിപ്ഡ് ക്രീമോ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ അതില്ലാതെയും നമുക്കിത് നന്നായിട്ട് കഴിക്കാൻ തന്നെ പറ്റും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നമുക്കിനി കേക്ക് എങ്ങനെ ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കേക്കെല്ലാം ലെയേഴ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അല്പം ബട്ടർ ക്രീം നമ്മുടെ കേക്ക് ബോർഡിലേക്ക് തേച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയർ നമുക്ക് ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനത് ചെയ്യുന്നില്ല, കാരണം കേക്ക് ഓൾറെഡി സോഫ്റ്റാണ്, നല്ല മധുരവുമുണ്ട്. ഞാനിതിലേക്ക് ഡയറക്റ്റായിട്ട് ബട്ടർ ക്രീം വെക്കുകയാണ് ചെയ്യുന്നത്.